ഹലോ ഗൈസ്, വെൽക്കം ടു അഡ്രിനാലിൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ DNA റിപ്പയർ മെക്കാനിസംസ് ആണ്. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ നമുക്കറിയാം DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അതെന്ന് വെച്ചാൽ അറ്റ്മോസ്റ്റ് കെയറോടെ അല്ലെങ്കിൽ ഹൈ ഫിഡിലിറ്റിയോടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഈ DNA റെപ്ലിക്കേഷൻ വഴി ഉണ്ടാകുന്ന DNA ആണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷനെ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നടന്നാലും നമുക്ക് മ്യൂട്ടേഷൻസ് വരാനും അതുവഴി എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അഥവാ ബൈ ചാൻസ് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെക്കാനിസംസ് ആവശ്യമുണ്ട്. അവനെയൊക്കെ പറയുന്ന പേരാണ് DNA റിപ്പയർ മെക്കാനിസം. നമ്മുടെ DNAയിൽ ഡാമേജ് കോസ് ചെയ്യാൻ കുറേ ഏജൻസാണ്. ഫിസിക്കൽ ആവാം, കെമിക്കലൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവർ കോസ് ചെയ്യുന്ന ഡാമേജിനെയൊക്കെ റിവേഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡാമേജിൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ഈ DNA റിപ്പയർ മെക്കാനിസംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്ന മെക്കാനിസമാണ് എക്സോന്യൂക്ലിയോലൈറ്റിക് പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോന്യൂക്ലിയോലൈറ്റിക് പ്രൂഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ മെക്കാനിസം ക്യാരി ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ DNA പോളിമറൈസ് എന്ന് പറയുന്ന എൻസൈം ആയിരിക്കും. ഈ എൻസൈമിന് 3'5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഈ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി കാരണം എന്തെങ്കിലും ഒരു ന്യൂക്ലിയോടൈഡ്, എന്തെങ്കിലും ഒരു മിസ്ഫെയർഡ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് വരുവാണെങ്കിൽ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിയും. അപ്പോൾ നമ്മൾക്ക് ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ DNA പോളിമറൈസ് എന്ത് ചെയ്യും? റെപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അനുസരിച്ച് ഓരോ ന്യൂക്ലിയോടൈഡിനെ പുതിയതായി ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു റോങ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ്, അതായത് ഇവിടെ എക്സാമ്പിൾ ഇട്ടേക്കുന്ന Tക്ക് പകരം C വന്നു. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ എലങ്കേഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആകും. എന്നിട്ട് ഈ DNA പോളിമറൈസിൻ്റെ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വന്നിട്ട് അതെന്ത് ചെയ്യും? ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ബേസിനെ റിമൂവ് ചെയ്യും. ആ ബേസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ DNA പോളിമറൈസ് പഴയ പോലെ ഓരോ ബേസസിനെ ആഡ് ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പം ഇതാണ് എക്സോന്യൂക്ലിയോലൈറ്റിക് പ്രൂഫ് റീഡിംഗ്. അതിന് കാരണം DNA പോളിമറൈസ് എൻസൈമിൻ്റെ 3' to 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം. ഇതെന്ന് വെച്ചാൽ നമ്മുടെ റെപ്ലിക്കേഷന് ഒപ്പം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തെറ്റുള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഈ DNA സ്ട്രാൻഡിനെ കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒറിജിനൽ ടെംപ്ലേറ്റ് DNAയിൽ എന്താണ് മീഥൈലേറ്റഡ് റെസിഡ്യൂസ്, അതായത് N6 മീഥൈൽ അഡെനീനും 5 മീഥൈൽ സൈറ്റോസിനൊക്കെ പോലത്തെ മീഥൈലേറ്റഡ് റെസിഡ്യൂസ് കാണാൻ പറ്റും. പക്ഷേ ന്യൂലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാൻഡ്സിൽ ഈ മീഥൈലേറ്റഡ് ബേസസ് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അപ്പോൾ ഈ എൻസൈംസിന് നമ്മുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിനെ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡിൽ നിന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നിട്ട് നമ്മുടെ ഈ സ്ട്രാൻഡിലുണ്ടായ മിസ്മാച്ച്ഡ് ബേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും റിമൂവ് ചെയ്യുകയും ചെയ്യും. എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഓഫ് ദ DNA പോളിമറൈസ് എൻസൈം. DNA പോളിമറൈസ് എൻസൈമിൻ്റെ എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി കാരണം ആ മിസ്മാച്ച്ഡ് ബേസിനെ കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും? 2 പോയിന്റിലെ ക്ലീവേജ് കൊണ്ട് അവിടെ നമ്മളിതിനെ എക്സി ന്യൂക്ലിയസ് എന്നും പറയാൻ പറ്റും. അപ്പം എന്നിട്ട് ഒരു ചെറിയ കറക്റ്റ് സീക്വൻസ് ഉള്ള ചെറിയ ഒരു DNAയുടെ സെഗ്മെൻറ്റ് സിന്തസൈസ് ചെയ്യുകയും അതിനെ ഈ ഗ്യാപ്പിലേക്ക് വന്ന് ഫിക്സ് ചെയ്യുകയും ചെയ്യും ബൈ ദ എൻസൈം DNA ലിഗേസ്. ഇപ്പോൾ ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം എന്ന് വെച്ചാൽ ബൈ ദ എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഓഫ് DNA പോളിമറൈസ് എൻസൈം അവിടെ ഉണ്ടാകുന്ന ഗ്യാപ്പിലേക്ക് ഒരു ന്യൂ സെഗ്മെൻറ്റ് ഓഫ് DNA സിന്തസൈസ് ചെയ്തിട്ട് ആഡ് ചെയ്ത് ഒട്ടിക്കുന്ന അല്ലെങ്കിൽ സീൽ ചെയ്യാൻ സഹായിക്കുന്ന എൻസൈമാണ് DNA ലൈഗേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് മീഥൈലേറ്റഡ് ആണ്. ന്യൂലി സിന്തസൈസിനകത്ത് മീഥൈലേറ്റഡ് റെസിഡ്യൂസ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പം ഈ റോങ്ലി സിന്തസൈസ്ഡ് പെയറുള്ള ഏരിയയിലേക്ക് എൻഡോന്യൂക്ലിയസ് ആക്ടിവിറ്റി വരികയും ആ റെസിഡ്യൂസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് ന്യൂലി സിന്തസൈസ് ഒരു DNAയുടെ ചെറിയൊരു സെഗ്മെൻറ്റ് ഓഫ് DNA സിന്തസൈസ് ചെയ്തിട്ട് ആ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് DNA ലിഗേസ് വഴി അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്താണ് സ്ട്രാൻഡ് ഡയറക്റ്റഡ് മിസ്മാച്ച് റിപ്പയർ. ഇവിടെ സ്പെസിഫിക് പ്രോട്ടീൻസ് ആണ് നടക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻസ് എല്ലാം കൂടെ വന്നിട്ട് അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യും. എന്നിട്ട് ഈ ലൂപ്പുള്ള സെഗ്മെൻറ്റിനെ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എസ്ക്രീഷ്യ കൊളയിലൊക്കെ കാണുവാണെങ്കിൽ ഈ ലൂപ്പ് ഫോം ചെയ്യാൻ സഹായിക്കുന്ന 3 പ്രോട്ടീനാണ് MUTS, MUTC ആൻഡ് MUTH എന്ന് പറയുന്നത്.
എന്നിട്ട് കറക്റ്റ് സെഗ്മെൻറ്റിനെ സിന്തസൈസ് ചെയ്യാൻ സഹായിക്കുന്ന ആരൊക്കെ ആയിരിക്കും? DNA പോളിമറൈസ്, SSB ലിഗേസ് ഒക്കെ കാരണം. അതായത് ഈ ലൂപ്പ് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിലേക്ക് ഒരു കറക്റ്റ് സെഗ്മെൻറ്റ് ഓഫ് DNA സിന്തസൈസ് ചെയ്യുന്നത് നമ്മുടെ DNA പോളിമറൈസ് എൻസൈം. അതുപോലെ തന്നെ SSBസും ലിഗേസൊക്കെ കാരണം ലിഗേസൊക്കെ ആയിരിക്കും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബേസ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം നോക്കാം. അപ്പം ബേസ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം എന്ന് വെച്ചാൽ ഡീപ്യൂരിനേഷൻ ഓഫ് DNA, അതായത് സൈറ്റോസിൻ, അഡിനിൻ, ഗ്വാനിൻ ബേസസ് സ്പോണ്ടേനിയസ്ലി ഫോം യുറാസിൽ, ഹൈപ്പോസാൻഡിൻ ആൻഡ് സാൻഡിൻ. അതായത് നമ്മുടെ സൈറ്റോസിനും അഡിനും ഗ്വാനിൻ റെസിഡ്യൂസ് ഒക്കെ എന്ത് ചെയ്യും പെട്ടെന്ന് തന്നെ യുറാസിൽ, ഹൈപ്പോസാൻഡിൻ, സാൻഡിനൊക്കെ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും നോർമലി DNA കാണപ്പെടേണ്ട സാധനമല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ N-ഗ്ലൈക്കോസിലേറ്റ്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് എന്ത് ചെയ്യും ഈ അബ്നോർമൽ ബേസിസിനെ വന്ന് റിമൂവ് ചെയ്യുക. അതായത് ബേസിനെ റിമൂവ് ചെയ്യുന്നതാണ് ബേസ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ക്രിപ്ഷൻ കപ്പിൾഡ് റിപ്പയർ മെക്കാനിസം എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്ക്രൈബ്ഡ് ആയിട്ട് വരുന്ന സ്ട്രാൻഡ് ഉണ്ടല്ലോ, ആ സ്ട്രാൻഡിൽ എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ ഡിഫക്റ്റ് ഉള്ള ഏരിയനെ റിപ്പയർ ചെയ്യുന്ന പ്രോസസ്സാണ്. അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ കപ്പിൾഡ് റിപ്പയർ മെക്കാനിസം. ദെൻ കമ്മിങ് ടു ദ ഡിസീസസ് അസോസിയേറ്റഡ് വിത്ത് DNA റിപ്പയർ മെക്കാനിസം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സീറോഡെർമ പിഗ്മെൻറ്റോസം. അതെന്നൊരു പറഞ്ഞാൽ ഒരു ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷനാണ്. അത് ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസത്തിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് വന്നു കഴിഞ്ഞാലാണ് ഉണ്ടാകുന്നത്. അപ്പം ദർ ആർ 7 സീറോഡെർമ പിഗ്മെൻറ്റോസം ജീൻസ്. ഏതിനേലൊക്കെ ഒരു മ്യൂട്ടേഷൻ വന്നാലും അതെന്താ സീറോഡെർമ പിഗ്മെൻറ്റോസം എന്ന കണ്ടീഷനിലേക്ക് നയിക്കും. അപ്പോൾ നമ്മുടെ സൺലൈറ്റ്, അതായത് UV ലൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൈമിൻ മോളിക്യൂൾ എന്താണ് ഡൈമർ ഫോം ചെയ്യും. അതായത് ഇവർ രണ്ടുപേരും തമ്മിൽ, രണ്ട് തൈമിൻ മോളിക്യൂൾ തമ്മിൽ കൊവാലൻ്റ് ബോണ്ട് ഫോം ചെയ്ത് അവരെന്താണ് ഡൈമർ ഫോം ചെയ്യും. എന്നിട്ട് ഈ ഡൈമറിന് സാധാരണ എന്താവും നമ്മുടെ റിപ്പയർ മെക്കാനിസം വന്ന് ആക്ട് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കി കളയണം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കഴിയണം. പക്ഷേ ഇവിടെ DNA റിപ്പയർ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും ഈ മ്യൂട്ടേഷൻ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഡേഞ്ചറസ് എഫക്ട്സ്, മെയിൻലി സ്കിൻ ക്യാൻസറാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ദെൻ അപ്പം നമ്മുടെ സ്കിന്നിൽ മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിന്നാണ്. അപ്പോൾ സൺലൈറ്റ് അവോയ്ഡ് ചെയ്യുക. യൂസിങ് സൺസ്ക്രീൻ ഓയിൽമെൻറ്റ് ഈസ് ബെനഫിഷ്യൽ ഇൻ സീറോഡെർമ പിഗ്മെൻറ്റോസം. ദെൻ ഡെത്ത് ഒക്കോർ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സ്ക്വാമസ് സെൽ കാർസിനോമ ഓഫ് സ്കിന്നാണ്. ഇത് രണ്ടാമത്തെ കണ്ടീഷനാണ് അറ്റാക്സിയ ടീലെൻജെക്ടേസിയ. അതും ഒരു ഓട്ടോസോമൽ റിസസീവ് ഡിസീസാണ്. അപ്പം ഇവിടെ എന്താ സെൻസിറ്റീവ് ടു അൾട്രാവയലറ്റ് റേഡിയേഷൻസ്, സെറിബെല്ലാർ അറ്റാക്സിയ, ടീലെൻജെക്ടാസിയ ഇൻ ഐസ്, ലിംഫോറെറ്റിക്കുലർ നിയാപ്ലാസംസ് ഒക്കെ കാണാൻ പറ്റും. അറ്റാക്സിയ ടീലെൻജെക്ടാസിയ മ്യൂട്ടേറ്റഡ് ജീൻ നമുക്ക് ക്രോമസോം 11 Q ആമിലായിരിക്കും കാണാൻ പറ്റുക. ദെൻ നെക്സ്റ്റ് ഡിസീസ് ദാറ്റ് ഈസ് ഫാൻകോണീസ് അനീമിയ. അത് DNA ക്രോസ് ലിങ്ക് റിപ്പയർ മെക്കാനിസത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാരണമായിരിക്കും വരുന്നത്. അവിടെ ക്യാൻസർ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. ഇനി ബ്ലൂം സിൻഡ്രോം, അതെന്ന് വെച്ചാൽ DNA ലിഗേസ് അല്ലെങ്കിൽ ഹെലിക്കേസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം. അപ്പോൾ അവിടെ നമുക്ക് ലിംഫോറെക്ടിക്കുലർ മാലിഗ്നൻസീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അടുത്താണ് കൊക്കൈൻ സിൻഡ്രോം. കൊക്കൈൻ സിൻഡ്രോം ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം, ആൻഡ് ഇറ്റ് വിൽ മാനിഫെസ്റ്റ് as stunted growth, mental retardation. Then last disease that is hereditary polyposis colon cancer എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലഞ്ച് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് നമ്മുടെ ക്രോമസോം 2 ഡിഫക്റ്റീവ് ജീൻ കാരണമാണ്. ഇവിടെ മിസ്മാച്ച് റിപ്പയർ മെക്കാനിസമാണ് ഡിഫക്റ്റീവായിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ഓൾ വിത്ത് നമ്മുടെ DNA റിപ്പയർ മെക്കാനിസംസ്. നമ്മളിവിടെ മെയിൻലി ഡിസ്കസ് ചെയ്തത് എക്സോന്യൂക്ലിയോലൈറ്റിക് പ്രൂഫ് റീഡിങ്, ന്യൂക്ലിയോടൈഡ് എക്സിഷൻ റിപ്പയർ മെക്കാനിസം, സ്ട്രാൻഡ് ഡയറക്റ്റഡ് മിസ്മാച്ച് റിപ്പയർ, ബേസ് എക്സിഷൻ റിപ്പയർ, ട്രാൻസ്ക്രിപ്ഷൻ കപ്പിൾഡ് റിപ്പയർ, ദെൻ ഡിസീസസ് അസോസിയേറ്റഡ് സീറോഡെർമ പിഗ്മെൻറ്റോസം, അറ്റാക്സിയ ടീലെൻജെക്ടാസിയ, ഫാൻകോണീസ് അനീമിയ, ബ്ലൂം സിൻഡ്രോം, കൊക്കൈൻ സിൻഡ്രോം, ഹെറിഡിറ്ററി പോളിപോസിസ് കോളൻ ക്യാൻസർ ഓർ ലാഞ്ച് സിൻഡ്രോം. അപ്പോൾ മെയിൻലി ഒരു ഷോർട്ട് എസ്സേയോ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. And that's it with the topic. Thank you.